ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിൽ ഒരുപിടി യുവതാരങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഒരു സ്പോർട്സ് കോമഡി ജോണറിൽ വരുന്ന സിനിമയാണ്. ഇതിൽ നസ്ലൻ, ലുക്മാൻ അവറാൻ, ഗണപതി, ബേബി ജീൻ, സന്ദീപ്, അങ്ങനെ ഒരുപാട് യുവതാരങ്ങൾ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. കാരണം ഒരു നായകൻ നസ്ലനെ മാത്രം എടുത്ത് കാണിച്ച് ബാക്കിയുള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈനിങ് മോഡിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. പ്ലസ് ടു പരീക്ഷ എഴുതി പൊട്ടി നിൽക്കുന്ന കൂട്ടുകാർ അവർക്ക് എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതി പാസ്സാവാനും അതുപോലെ ഒരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുമായിട്ട് സ്പോർട്സ് കോട്ടയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ബോക്സിംഗ് പഠിക്കാനായിട്ട് അവർ ആലപ്പുഴ ജിംഖാനയിൽ ജോയിൻ ചെയ്യുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. അത് ബോക്സിംഗ് ഇവർ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേക ഒരു കാരണവും ഒക്കെയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഈ ഒരു ബോക്സിംഗ് പഠിക്കാൻ വരുന്നതും ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് അവരെങ്ങനെ പഠിക്കുന്നു, അവരുടെ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫും, സെക്കൻഡ് ഹാഫിൽ ഒരു സ്പോർട്സ് മൂവി എന്ന നിലയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതുമാണ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു ജില്ലാ തലത്തിലുള്ള ഒരു അമച്വർ ബോക്സിംഗ് കോമ്പറ്റീഷനാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവർ സെക്കൻഡ് ഹാഫിൽ കാണിച്ചിരിക്കുന്നത്. എന്നാലും ഇതൊരു പ്രോപ്പർ നല്ലൊരു കോമഡിയും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫിലിമിനകത്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. കുറേ കോമഡിയും കാര്യങ്ങളും, കുറേ പയ്യന്മാരും അവരുടെ പ്രണയവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ആ ഒരു ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ തീമിൽ നിന്ന് വിട്ടുപോകാതെ ആ ഒരു തീം പിടിച്ച് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഈ ഒരു ഫിലിം അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കാരണം കുറേ പോർഷൻസിൽ ചിലപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ പ്രണയ സീൻസും ഇവരുടെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കുറേ കാര്യങ്ങളും, അതുപോലെ ലുക്മാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളുമൊക്കെ അതൊക്കെ ചെയ്ത് കാണിച്ചു പോകാമായിരുന്നു. പക്ഷേ ഇതൊന്നും പോകാതെ ആ ഒരു പ്രോപ്പർ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാതെ പ്രോപ്പറായിട്ട് അവർ പറയാൻ എന്താണോ ഉദ്ദേശിച്ചത്, ബോക്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൂർണമെൻറ്റ് കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കോർ സബ്ജക്റ്റിനോട് നീതി പുലർത്തിക്കൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രോപ്പറായിട്ട് അവർ പടത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇത് ഖാലിദ് റഹ്മാൻ തന്നെയാണ് ഇതിൻ്റെ കഥ ചെയ്തിരിക്കുന്ന ഖാലിദ് റഹ്മാൻ തന്നെയാണ്. അതിന് സത്യം പറഞ്ഞാൽ ഒരു ബിഗ് സല്യൂട്ട്. കാരണം അനാവശ്യമായിട്ട് ഒരു സീനും എടുക്കാതെ പ്രോപ്പറായിട്ട് 2.25 മണിക്കൂർ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് മോഡിൽ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണിത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ വർക്കാണ്. ജിംഷി ഖാലിദ് എന്ന് പറയുന്ന ക്യാമറ വർക്ക് അടിപൊളി ക്യാമറ വർക്കാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ബോക്സിംഗ് സീൻസ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് കാണിക്കുന്ന ടൂർണമെൻറ്റ് സീൻസ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. കിടിലമായിട്ട് നമുക്ക് ആ ഒരു ബോക്സിംഗ് കാണുമ്പോഴത്തേക്ക് നമുക്കും ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടത്തക്ക രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു സീൻസ് എല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. ഒരു ബോക്സിങ്ങിൻ്റെ നമ്മൾ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പം കുറച്ച് സീൻ കാണിച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് വേറെ കാണിക്കുക, ചിലരുടെ സീൻസ് കാണിക്കാതിരിക്കുക, അവർ ജയിക്കുന്നത് മാത്രമായിട്ട് കാണിക്കുക, അങ്ങനെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ എല്ലാവരുടെയും ഫൈറ്റ് അതുപോലെ തന്നെ അവർ ഓരോരുത്തരുടെയും ഫൈറ്റ് പ്രോപ്പറായിട്ട് അതേ രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു ക്ലീഷേ ബ്രേക്കിംഗ് സിനിമയാണ്. കാരണം സാധാരണ സിനിമകളിൽ നായകൻ ജയിക്കുന്നതും നായകനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നായകനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ എങ്ങനെയാണോ ഒരു റിയാലിറ്റിയിൽ ഒരു ബോക്സിംഗ് മത്സരം നടക്കുന്നത്. ഇപ്പം ഒരു വർഷം പോലും ആകാതെ ഒരാൾ പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, നമുക്ക് അയാളുടെ ഫിസിക്ക് കാണുമ്പോൾ എങ്ങനെ തോന്നും, ഓക്കെ ഇയാൾ ഇടി കൊള്ളുമോ അതോ ഇയാൾ ഇടി തിരിച്ചു കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ടൈപ്പിൽ വളരെ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു കഥ പറയുന്നത് സാധാരണ സ്റ്റോറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തുടങ്ങി വളരെ സിമ്പിളായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഫിലിം പോയിരിക്കുന്നത്. പിന്നെ അതുപോലെ തല്ലുമാല എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ്. ഖാലിദ് റഹ്മാൻ്റെ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ് എനിക്ക് തല്ലുമാല. അതിലെ അടിയും ആ ഒരു ഫൈറ്റിൻ്റെ വൈബൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ഒരു സിനിമയിൽ ഞാൻ കുറേ കണ്ടപ്പോൾ ചിലപ്പോൾ അത് മിസ്സാകുമോ എന്ന് വിചാരിച്ചു. പടം നല്ലതാണ്, പക്ഷേ എന്നാലും അതുപോലൊരു വൈബ് മിസ്സാകുമോ എന്ന് വിചാരിക്കുമ്പോൾ ക്ലൈമാക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തല്ലുമാല വൈബ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി എനിക്കത് വർക്കൗട്ടായി. ഇതിലുള്ള അത്യാവശ്യം കോമഡിയും അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻസൊക്കെ എനിക്ക് അത്യാവശ്യം പേഴ്സണലി
നല്ല വർക്കൗട്ടായ ഒരു സംഭവമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. വിഷ്ണു വിജയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. അത്യാവശ്യം നല്ല പാട്ടുകളും വളരെ മിക്സ് ചെയ്ത്, കാരണം തല്ലുമാലയിൽ നമ്മൾ കണ്ടതുപോലെ ഫൈറ്റിൻ്റെ ഇടയ്ക്കായാലും പാട്ടൊക്കെ മിക്സ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഇതിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്കൊന്ന് നിശാന്ത് സാഗറിൻ്റെ, പഴയ നടൻ നിശാന്ത് സാഗറിൻ്റെ മോളും ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അനഘ എന്നാണ് തോന്നുന്നു പുള്ളിക്കാരിയുടെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിട്ട് പുള്ളിക്കാരിയും വരുന്നുണ്ട്. ഇതിൽ നായിക കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ആ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ആ ഒരു പയ്യന്മാരുടെ ഒരു ബോക്സിങ് ജേണിയാണ് പ്രോപ്പറായിട്ട് ഫിലിമിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. തല്ലുമാല കണ്ടിറങ്ങിയ വൈബ് പോലെ തന്നെ എനിക്കും ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ എൻ്റർടൈനിങ് ആയിട്ട്, ഒട്ടും ബോറടിക്കാതെ, ഒട്ടും ലാഗ് ഇല്ലാതെ വളരെ പേഴ്സണലി എനിക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കണ്ടൊരു സിനിമയാണ് ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. നിങ്ങൾ ഫാമിലി ആയിട്ട് സിനിമ പോയി കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ട് വീഡിയോയുടെ അടിയിലൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.